സീക്രട്ട് ഏജൻറ്റ് എയറിലാണ്. അതെ, ഞാൻ എയറിലാണ്. ഞാൻ എന്നും എയറിലാണ്. ഞാൻ എപ്പോഴാണ് താഴെ ഇറങ്ങൽ? അതുകൊണ്ട് എനിക്കിതൊരു പുത്തരിയല്ല. ഓക്കെ. പിന്നെ എന്നെ ഡിറ്റർജൻ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ചില മഹാന്മാരും മഹതികളൊക്കെ ഇപ്പോൾ ഇവിടെ വെളുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഞാൻ കുറേ കണ്ടത്. ഇതിനു മുമ്പും ഞാൻ കുറേ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം, ഞാൻ എൻ്റെ ചാനലിലേക്ക് ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ഒരു തരത്തിലുള്ള ഗിമിക്കുകളും ഇന്നേ വരെ കാണിച്ചിട്ടില്ല. ഇവിടെ ഈ വന്നുകൂടിയ കൂട്ടം എന്നെ ഇഷ്ടപ്പെട്ടോ എന്നെ വെറുത്തോ അതൊന്നും എനിക്കറിയാൻ പാടില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓർ എൻ്റെ വ്യൂവേഴ്സ് അവർ വന്നത് ഞാൻ വിളിച്ചു കൂട്ടി വന്നതല്ല. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, തംബ്നെയിലിട്ടും മാനിപ്പുലേറ്റ് ചെയ്തും. നോ, ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവും. താല്പര്യമുള്ളവർ കാണും, ചിലർ കമൻറ്റ് ചെയ്യും. ഓക്കെ, അതിൽ ക്രിറ്റിസിസം വരും, സപ്പോർട്ട് വരും. അതൊന്നും എനിക്ക് വിഷയമുള്ള കേസിൽ എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം. എന്നാൽ ഇവിടെ ചില ടീമുണ്ട്, അവർക്ക് ഭയങ്കരമായ വിഷയമാണ് എന്നോട്. ഒന്ന്, ഞാൻ പേഴ്സണലി എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അവരുടെ അടുത്ത് ചെയ്യുമ്പോൾ അവർ റിവെഞ്ച് മോഡ് ഓണാക്കി വെക്കും. ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് റിപ്ലൈ വരില്ല. എന്നിട്ട് എവിടെയെങ്കിലും ഒരു വഴിക്ക് എനിക്കിട്ട് പണിയാൻ പറ്റുമോ നോക്കി നടന്നിട്ട് ഞാൻ ഏറെ പോകുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങി ചാടിത്തുള്ളി വരും ചില ദേവദാസിമാരും ചില പ്ലക്കികളും. അപ്പോൾ അവർക്കൊക്കെ നമുക്കൊരു റിപ്ലൈ കൊടുക്കണ്ടേ? നമുക്കല്ല, എനിക്കൊരു റിപ്ലൈ കൊടുക്കണ്ടേ? കൊടുക്കാം, ഞാൻ ഒറ്റയ്ക്ക് മതി. അപ്പോൾ അഖിൽ NRD വിഷയം, ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് വളരെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. ആ വീഡിയോ വേറൊരു വ്യൂവേഴ്സ് പേഴ്സ്പെക്റ്റീവ് എന്ന് കാണുമ്പോൾ അതിന് പല ഡയമെൻഷൻസും വരാം. ഓക്കെ, പക്ഷെ ഞാൻ ചെയ്ത വീഡിയോയിൽ എനിക്ക് 100% ഉറപ്പുണ്ട്, ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി ഹരാസ് ചെയ്തിട്ടില്ല. വേറെ വൃത്തികേടുകൾ പറഞ്ഞിട്ടില്ല, മോശം തംബ്നെയിൽ ഇട്ടിട്ടില്ല, ടൈറ്റിൽ ഇട്ടിട്ടില്ല. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു വ്യക്തിക്കും ഹേർട്ടാവാതെ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിപ്പോയ ഒരാളാണ്. ഓക്കെ, പിന്നെ കാണുന്ന വ്യൂവർക്ക് അത് ഏത് രീതിയിലെടുത്ത് എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, അതൊന്നും എനിക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്തൊരു മുതലൊന്നും അല്ലല്ലോ. എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം, എന്നെ ചീത്ത പറയാം, എന്തും ആവാം. പക്ഷേ ടാർഗറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ഐറ്റങ്ങളുണ്ട്. ദേവദാസിമാരും പ്ലക്കികളും ഒക്കെ വന്നിറങ്ങുമ്പോൾ അവിടുത്തെ ഒരു ടാർഗറ്റിങ് എന്താണെന്നുള്ളത് എന്നെ കാണുന്ന പ്രേക്ഷകർക്ക് ഞാനൊന്ന് പറഞ്ഞു തരണ്ടേ? ഓക്കെ, അതിനാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സുനിത ദേവദാസിയുടെ വീഡിയോ, പിന്നെ അഷ്കർ പ്ലക്കിയുടെ വീഡിയോ, ഈ രണ്ട് വീഡിയോ ഞാൻ കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായത്, കൂട്ടം കൂടി അടിക്കാനും നമ്മൾ എയർ പോകുമ്പോൾ അല്ലെങ്കിൽ എയറിൽ ഒന്ന് കൂടുതലായി കയറുമ്പോൾ, എയറിന് താഴെ ഇറങ്ങാറില്ല, കൂടുതലായി പോകുമ്പോൾ റിവെഞ്ച് മോഡ് ഓണാക്കി വരുന്ന രാക്ഷസനും രാക്ഷസികളും ഒക്കെ കുറേ ഉണ്ട് ചുറ്റും. വേണം, ഗെയിം ഓണാവണമല്ലോ. എന്താണെങ്കിലും നമുക്ക് എന്ത് വേണം? അപ്പുറത്തൊരു ഓപ്പോണൻറ്റ് വേണം. പിന്നെ ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ആരാണ് നമ്മളെ ശത്രു, ആരാണ് നമ്മളെ മിത്രം നമുക്ക് മനസ്സിലായി. ഇങ്ങനത്തെ പല സിറ്റുവേഷനും എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ബിഗ് ബോസിലൊക്കെ പോയി വന്നതിന് ശേഷം ആ ഒരു ടൈമിലൊക്കെ. അപ്പോൾ ഈ അഖിലിൻ്റെ വിഷയത്തിൽ പലരും വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അയ്യോ, ഇതിനെക്കുറിച്ച് സംസാരിക്കണോ? ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഈ വീഡിയോ ചെയ്യുന്നവർ ഉപയോഗിച്ചൊരു ടാക്ടിക്സ് എന്താണെന്നറിയോ? ബാക്കിയുള്ളവർ ഈ വീഡിയോയെക്കുറിച്ച് എന്താ ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ വന്നിരുന്ന എന്താണ് ആ വിഷയത്തിനെ കുറിച്ച് അങ്ങനെ പറയുന്നേ എന്ന് പറഞ്ഞ് അവർക്ക് എൻഡ് ഓഫ് ദ ഡേ ഈ വിഷയം സംസാരിക്കണം. ഓക്കെ, അവർക്ക് ഈ വിഷയം എങ്ങനെയെങ്കിലും അഖിൽ NRD വിഷയം സംസാരിക്കണം. അതിനിപ്പോൾ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും ഒളിച്ചോട്ടം എന്നുള്ളൊരു വിഷയം സംസാരിക്കണം. എന്നിട്ട് അതിന്ന് വരുന്ന ട്രാക്ഷനും വ്യൂവർഷിപ്പും അവർക്ക് എടുക്കണം. മിണ്ടാതെ പോകുന്നവൻ മിണ്ടാതെ പോവോടെ, വിഷയമേ സംസാരിക്കാൻ പറ്റും. ഞാനങ്ങനെ എത്രയോ വിഷയങ്ങൾ മിണ്ടാതെ പോയിട്ടുണ്ട്, പറയാൻ പോലും വന്നിട്ടില്ല, പേരിന് പോലും പറയാൻ വന്നിട്ടില്ല. കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും എഴുതിയിടുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിടാറാണ്. പക്ഷെ ഇവിടെ ചില നന്മ മരങ്ങൾ അങ്ങനെയല്ല. ചില ഏട്ടന്മാരും ചില ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, അവർ സ്വയം വെളുക്കാൻ വേണ്ടി ഇന്നെ പിടിച്ചാണ് ഡിറ്റർജൻ്റ് ആക്കി. കാരണം ആ വിഷയത്തിൽ വീഡിയോ ഇട്ടതിൽ എനിക്കൊരു 6-6.5 ലക്ഷം വ്യൂവർഷിപ്പ് പോയിട്ടുണ്ട്. അവർ നോക്കുമ്പോൾ എന്താ, സീക്രട്ട് ഏജൻറ്റിൻ്റെ വീഡിയോ ആദ്യം കിടക്കുന്നു, അവൻ്റെ വീഡിയോനെ എടുത്തിട്ട് ഇത് തന്നെ, അതായത് ഒരു സുഹൃത്തിനെ കുറിച്ചോ ഒരാളെക്കുറിച്ചോ ഇങ്ങനെ പറയാൻ പാടുമോ എന്ത് പറയാൻ പാടുമോ? ഞാൻ എന്താ വീഡിയോനകത്ത് പറഞ്ഞത്? അത് ഇവർ പറയുന്നില്ല. ഇതിങ്ങോട്ട് പറഞ്ഞിട്ട് പിന്നെ ഇവർ അഴിച്ചു വിടുന്നത് എന്താ, ഡിവോഴ്സിനെ കുറിച്ചും പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും. ഇതന്നെയല്ലേ ഞാൻ എൻ്റെ വീഡിയോനകത്തും പറഞ്ഞത്. അത് രണ്ടാമതിരുന്ന് റിപ്പീറ്റ് ചെയ്യാൻ പിന്നെ നിങ്ങളെ വിളിച്ചു വരുത്തേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ എന്ന് പറഞ്ഞ ഡിറ്റർജൻറ്റിനെ ഉപയോഗിച്ച് ഇവരൊരു അഴിച്ചുപണി നടത്തുന്ന വേറെ കുറേ ആൾക്കാർ എങ്ങനെയോ അവർക്ക് വീഡിയോ ചെയ്യണതിന്. അപ്പോൾ ഇന്ന കുറ്റം പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ വിഷയം സംസാരിക്കണം എന്നുള്ള രീതിക്ക് പോയ കുറച്ച് നന്മ മരങ്ങൾ അവരെ ഞാൻ കണ്ടു. പിന്നെ കുറച്ച് ടീംസാണ് ഇതിൻ്റെ പിന്നാലെ കുറച്ച് കാലമായിട്ടുള്ള, ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്,
നല്ല രീതിയിൽ ഞാൻ സിനിമാക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഞാൻ ഇവിടുത്തെ കമ്മി രാഷ്ട്രീയക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്, സംഘി രാഷ്ട്രീയക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട്. ഒരു പരിധിവരെ കൊങ്ങികൾക്കും കൊട്ടിയിട്ടുണ്ട്, സുഡാപ്പികൾക്കും കൊട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ കൊങ്ങി സുഡാപ്പി കൊട്ടിൻ്റെ രസം കുറവാണ്, മറ്റവർക്ക് കൂട്ടണ പോലല്ല. അത് ഞാൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. കമ്മികളൊക്കെ ഞാൻ വിടാതെ അടിച്ചിട്ടുണ്ട് സംഖ്യകൾ. അപ്പോൾ ഈ കമ്മി ബെൽറ്റ് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. അവർ ഭയങ്കര ആക്റ്റീവാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളവർക്ക് അറിയാം, യൂട്യൂബിലേക്ക് അത് വന്നിട്ടില്ല എന്നുള്ളൂ. ഇൻസ്റ്റയിലൊക്കെ അവന്മാർ ഭയങ്കര ആക്റ്റീവ്. ഞാൻ ഈ ഇൻസ്റ്റയിൽ ആക്റ്റീവായിട്ടുള്ള കുറച്ച് നിർത്തിയിട്ടുണ്ട്. എനിക്ക് പ്രത്യേക താല്പര്യം നമുക്ക് പറയാനുള്ളത് ഇവിടെ പറയണം. അത് കുറച്ച് ലെങ്തി ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയണ്ടേ. ഞാൻ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അപ്പോൾ ഇനി ഞാൻ സംസാരിക്കും. അപ്പോൾ ഇവിടെ ഇവന്മാർക്കൊരു ടൈം കിട്ടി. ഏത് ഓൾറെഡി ഈ പറഞ്ഞ കമ്മികൾ കുറച്ച് ആളുകൾ എനിക്കെതിരെ, അതായത് എന്ത് നിന്റെ പോക്കി ചെയ്യുന്നേ, അവർ ഞാൻ കോൺഗ്രസ്സുകാരനാക്കി, എന്നെ കോൺഗ്രസ്സുകാരനാക്കിയിരിക്കുകയാണ്. ഏത് കുറച്ച് കമ്മികൾ. അപ്പോൾ ഇതുകൊണ്ട് എടുത്തു വെച്ചിട്ട് പിണറായിയെ പറഞ്ഞു, കമ്മിയെ പറഞ്ഞു. ഇത്ര കാലം വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല, പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഓപ്പോസിഷനായപ്പോൾ പണിയെടുക്കണമല്ലോ, കുറച്ച് കാര്യങ്ങൾ തെളിയിക്കണമല്ലോ. അപ്പോൾ ഇവരുടെ വിചാരം ഞാനാണ് ഇവിടുത്തെ കോൺഗ്രസ് എന്ന്. എടാ മണ്ടേഷികളാണ്, ഞാനല്ല കോൺഗ്രസ്. ഓക്കെ, ഞാനല്ല കോൺഗ്രസ്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പോസിഷനായിട്ടിരിക്കുകയാണെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയെ പോയി പറ, അതിൻ്റെ മന്ത്രിമാരെ പറ. അല്ലാതെ ഇന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് ഒരു പുല്ലും പോകുന്നില്ല, എനിക്കൊരു അംഗത്വം പോലും കോൺഗ്രസ്സിലില്ല. ഓക്കെ, അപ്പോൾ കമ്മി മണ്ടന്മാർ, കുറേ കമ്മികൾ കുറേ ക്യാപ്സ്യൂളായിട്ട് ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സ്ലീപ്പർ സെല്ലുകളുണ്ട് ഇതിൻ്റെ എതിരെ വരുന്നത്. അത് ഇവിടുത്തെ കുറേ മീം ട്രോൾ പേജുകളാണ്. ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് രണ്ട് ആവശ്യമാണ്. ഒന്ന്, സിനിമ സ്ലീപ്പർ സെല്ലുകൾ. പല പ്രൊഡക്ഷനും പല നടന്മാരും പല നടിമാരും നമ്മൾ ഈ മൂവി റിവ്യൂ പറയുന്നത് കൊണ്ട് മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കും. എന്നിട്ട് എവിടെയെങ്കിലും നമുക്ക് അടിക്കാൻ ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിലേക്ക് 500-600 പേജുകളും ഇതിനൊക്കെ നറേഷൻ എഴുതി വിടുന്ന റൈറ്റേഴ്സും ഉണ്ട്. ആരുടെ പട്ടിയാക്കുന്ന ടീമുകൾ. ഇവന്മാരൊരു മീം ഉണ്ടാക്കിയാണ് വിടും, അതൊരു സൈഡിൽ. പിന്നെ രാഷ്ട്രീയം, ഈ കമ്മി സൈഡ്, മറ്റേ സൈഡ്. ഇനിയൊരു സൈഡുള്ളത്, പണ്ട് ഞാൻ വെറുപ്പിച്ച് വിട്ട കുറച്ച് ടോക്സിക് അണ്ണന്മാരുണ്ട്. ഓക്കെ, ആ ടോക്സിക് അണ്ണന്മാരെ കുറച്ച് ഗ്രൂപ്പുകൾ പണ്ടത്തെ പോലെ ആക്റ്റീവ് അല്ലെങ്കിലും ഇപ്പോഴും മുഖം കാണിക്കാതെയും ശബ്ദമില്ലാതെയും പേരില്ലാതെയും ഭയങ്കര ആക്റ്റീവാണ്. അവന്മാരും കുറച്ച് ഇറങ്ങി തിരിച്ചു. എന്നാൽ ഇവൻ്റെ ക്രെഡിബിലിറ്റി പൊട്ടിക്കാം. അങ്ങനെ നീയൊക്കെ കൂട്ടം കൂടിയിട്ട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടുന്ന ക്രെഡിബിലിറ്റി ഒന്നുമല്ല സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എൻറ്റിറ്റിക്കുള്ളത്. ഓക്കെ, അതുകൊണ്ട് ഇരുന്ന് അടിച്ചു നോക്ക്. ദാറ്റ് വിൽ ഗീവ് മോർ പവർ ഫോർ മീ. അത്രയേ ഉള്ളൂ. അതിനകത്ത് നിങ്ങളെനിക്ക് കൂടുതൽ പവർ തരുന്നു, നിങ്ങളെനിക്ക് കൂടുതൽ പ്രൊമോഷൻ തരുന്നു എന്നല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല. അങ്ങനെ കൂടണമായിരുന്നെങ്കിൽ അത് ബിഗ് ബോസ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ പിന്നെ അടിച്ച് താഴെ ഉണ്ടിരുന്നു. നടക്കില്ല. ഓക്കെ, പിന്നെ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞല്ലോ, കമ്മി സൈഡ്, പൊളിറ്റിക്കൽ സൈഡ്, സിനിമ സൈഡ്, ടോക്സിക് അണ്ണന്മാരുടെ കുറച്ച് സൈഡുകൾ. ഈ സൈഡൊക്കെ കൂടിയിട്ടാണ് ഫേസ്ബുക്ക് നറേറ്റീവ്, ഇൻസ്റ്റാഗ്രാം നറേറ്റീവ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ വിഷയത്തിൽ എന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ഞാനൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി എന്തിനു സംസാരിച്ചു എന്നുള്ള എന്നോട് ചോദിക്കാം. അതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഞാൻ മാത്രം എന്നുള്ളതിലേക്ക് വരുമ്പോഴാണ്, നീ മാത്രം, നീയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് അവിടെയാണ് എനിക്ക് സീൻ പറ്റുന്നത്. പിന്നെ പലരും ഈ പോസ്റ്റുകളും ഈ ട്രോളുകളും പകുതി കട്ട് ചെയ്ത് മാത്രമേ കാണുന്നത്. എൻ്റെ ഫുള്ള് വീഡിയോ കണ്ടവരില്ല, വളരെ കുറച്ച് ആൾക്കാരാണ്. ഈ 6 ലക്ഷത്തിൽ ചില്ലറ ആൾക്കാർ അത് കണ്ടിട്ടുള്ളത്. അവരെന്നെ കമൻറ്റ് ബോക്സിൽ ആദ്യ ടൈമിൽ വന്നിട്ടുള്ളത്, നിങ്ങളാണ് ഇതിൽ മെച്ചുവറായിട്ട് സംസാരിച്ചു പോയത്, ബാക്കിയുള്ളവരെ പോലെയല്ല എന്ന് പറഞ്ഞ് വളരെ മാന്യമായിട്ട് പോയിടത്തുനിന്ന് ആ ബിഗ് ബോസ് ടൈമിലേക്ക് ഞാൻ പോവാണ്. ഏത് കൂട്ടത്തോടു കൂടി സ്പാം ആയിട്ട് ഒരു ലിങ്ക് കൊണ്ടുപോയി ഗ്രൂപ്പിലിട്ടിട്ട് കമൻ്റ് അടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ചില അണ്ണികൾക്ക്. നമ്മൾ അങ്ങനത്തെ ഒരു ഫാൻ ഗ്രൂപ്പ് ഒന്നും കൊണ്ട് നടക്കാത്തതുകൊണ്ട് നമുക്ക് ആ പരിപാടികൾ ചെയ്ത് ശീലമില്ല. പക്ഷെ ചെയ്യുന്ന ആളുകളെ വൃത്തിക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു സൈഡിൽ അതും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ എനിക്കെതിരെ. പിന്നെ ചില ട്രോൾ പേജുകൾ ഇവർ എന്നോട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്. സായിയുടെ പോസിറ്റീവ്, സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ചാനലിലെ പോസിറ്റീവ് പറഞ്ഞാൽ വ്യൂവർഷിപ്പ് ഇല്ല ബ്രോ. ഞങ്ങൾ നെഗറ്റീവ് കണ്ട അപ്പം ഇടും. ബ്രോ ഒന്നും വിചാരിക്കരുത്. ബ്രോ അരി മേടിക്കില്ല, ഞങ്ങളും അരി മേടിച്ചോട്ടെ. പോ മക്കളെ, അരി മേടിച്ചോ, വിട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണം, എൻ്റെ ഒരു ട്രോൾ നെഗറ്റീവ് അല്ലെങ്കിൽ എന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന കളിയാക്കുന്ന ട്രോൾ വീഡിയോസിന് ഭയങ്കര വ്യൂ ആണ്. ഞാൻ എന്തെങ്കിലും ഒരു പോസിറ്റീവ് കണ്ടന്റ് ചെയ്താലോ ഒരു പോസിറ്റീവ് സാധനം ചെയ്താലോ അതിന് വ്യൂവർഷിപ്പ് റേഷൻ കുറവായിരിക്കും. ഏത് അത് അൽഗോറിതം വർക്ക്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവരത് ആ രീതിയിൽ എടുക്കുന്നു. നോ ഇഷ്യൂസ് ഫോർ മീ. പക്ഷെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് തെമ്മാടിത്തരം വിളിച്ച് പറയുന്ന ദേവദാസിയോടും പ്ലക്കിയോടും എനിക്ക് 10 പറയാനുണ്ട്. ബാക്കിയുള്ളവരൊന്നും ഞാൻ എടുക്കുന്നില്ല. ഈ സുനിത ദേവദാസിനെ, ഈ കമ്മി ക്യാപ്സ്യൂളിനെ ഞാനൊരു വട്ടം എക്സ്പോസ് ചെയ്ത് പൊളിച്ചു വിട്ടതാണ്. ഇവളെ കണ്ടന്റ് മേക്കിംഗ് അല്ല, ഇവളുടെ കമ്മി ക്യാപ്സ്യൂളിനെ. ഇവൾ ഇന്നിട്ട് തമ്മിൽ സീക്രട്ട് ഏജന്റ് എക്സ്പോസ്ഡ്. എടി 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 ദേവദാസി, നീ എന്നെ എക്സ്പോസ് ചെയ്യണമെങ്കിൽ മിനിമം നീ എൻ്റെ ഏതെങ്കിലും ഒരു കേസ് എടുത്തിട്ട് വാ. അങ്ങനെയാണ് ഒരാളെ എക്സ്പോസ് ചെയ്യുന്നത്.
അല്ലാതെ ഒരാൾ ചെയ്ത കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് ആ കണ്ടന്റിലൂടെയാണോ നീ എക്സ്പോസ് ചെയ്തു എന്ന് പറയുന്നത്? ആണോടി? നിന്റെ മാനിപ്പുലേഷനാണ് ഞാൻ എക്സ്പോസ് ചെയ്തത്. മാധവ് സുരേഷിനെ അടക്കം ഒരു സാധനം എടുത്ത് വെച്ച് ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള നിന്റെ കമ്മിത്തരം. പിന്നെ കമ്മിയാൾ ഇവളധികം വിശ്വസിക്കൊന്നും വേണ്ട. ഇവൾ ഇന്ന് ഇവളെ വീഡിയോയിൽ പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ ആളുകളെ വിളിക്കും, സംസാരിക്കും. എന്തേ സുനിതയെ, ഞാനും ഈ തമ്മിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ലേ? മുതുകാട് വിഷയത്തിൽ ഞാനും ഈ സംസാരിക്കുമ്പോൾ ഇതേ കമ്മികളുടെ ആദരണീയ നേതാവായ സ്ത്രീയെക്കുറിച്ചും മകനെ കുറിച്ചൊക്കെ ഈനോട് പറഞ്ഞിട്ടില്ലേ? എടി വേടല്ലേ, എടി മോളെ, നീ ഏത് രീതിയിലുള്ള കുത്തിത്തിരിപ്പാന്നുള്ളത് നിന്നോട് സംസാരിക്കുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതാ. കാലങ്ങൾക്ക് മുന്നേ നീ നാട്ടിലുള്ളപ്പോൾ നീ ആ പണി എടുത്തിരുന്ന ടൈമിൽ, കുത്തിത്തിരിപ്പ് പണി എടുത്തിരുന്ന ടൈമിൽ, അപ്പം മോളെ ആ ടൈം മുതലുള്ള നീ എന്താന്നുള്ളത് എനിക്ക് വളരെ വ്യക്തമായിട്ട് പലരും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. നിന്നോട് ഞാനൊന്ന് സംസാരിച്ചു. ഓക്കെ, പിന്നെ ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം തന്നെ ഇനീഷ്യലി കുറച്ച് നേരത്തെ സംസാരത്തിൽ ചിലരെ ട്രസ്റ്റ് ചെയ്യും. അങ്ങനെ ഇവളെ ഒന്ന് ട്രസ്റ്റ് ചെയ്തു പോയി. അത്രയേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് പറ്റിയിട്ടുള്ളൂ. പിന്നെ നീ എന്ത് ചെയ്തു അറിയോ? എന്നെ കണ്ടന്റ് മേക്കിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി. നീ പറഞ്ഞ പോലെ ഞാൻ കണ്ടന്റ് ചെയ്യണം, സൈ ക്വാളിറ്റിയിൽ വരണം. എന്താണ് നിന്റെ ക്വാളിറ്റി? കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങുന്നതാ, രാവിലെ നീച്ചിട്ട് കമ്മികളെ വെളുപ്പിക്കാൻ നടക്കുന്നതാ, അതാണ് നിന്റെ ക്യാപ്സ്യൂൾ? അതാണ് നിന്റെ കണ്ടന്റ് ക്വാളിറ്റി? കൈരളിക്ക് ക്രെഡിബിലിറ്റി, പിണറായിക്ക് ക്രെഡിബിലിറ്റി, ഇതാണ് നിന്റെ ഐറ്റം അല്ലേ? അപ്പം ആ ലൈനിലേക്ക് ഞാനില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ അണ്ണിക്ക് പൊള്ളി. അണ്ണി അപ്പത്തേക്ക് എന്തായി? അണ്ണിക്ക് ഇളകുന്നു, അണ്ണി എൻ്റെ നേരെ തിരിഞ്ഞു. ഞാൻ ആഭാസ ഞാൻ മാത്രമൊന്നുമല്ല, അന്ന് ഗൈസിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ആഭാസം എന്താന്നുള്ളത് പച്ചയ്ക്ക് പൊളിച്ച വീഡിയോ ഇന്നും എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ട്. അന്ന് നിനക്ക് റിപ്ലൈ അല്ലാതെ നീ അതിലും വലിയ ഒളിച്ചോട്ടക്കാരിയാ. ഏത്? ഇങ്ങനെ ആൾക്കാരെ പൊളിച്ചോടുന്നതല്ല, പേടിച്ചൊളിച്ചോടുന്നത്. ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ പേടിച്ചൊളിച്ചോടുന്ന നല്ല എ ക്ലാസ് സുനിത ദേവദാസി ഫോർ കമ്മീസ് അല്ലേ? അല്ല, അതുകൊണ്ടാണല്ലോ ആരിഫ് ഹുസൈൻ്റെ ഒക്കെ വിഷയത്തിൽ അണ്ണി ഓടിത്തള്ളായിരുന്നു. അതൊക്കെ അവിടെ മലയാളികൾ കണ്ടതാണ് അണ്ണി. അതുകൊണ്ട് നീ ഇനി എന്നെ ആഭാസനും വെടലിയും നാറിയും ഒന്നും ആക്കാൻ നിൽക്കണ്ട. എ ക്ലാസ് ചെറ്റപ്പണിയാണ് നീ കാണിക്കുന്നത്. ഞാൻ ഏത് പണിയാണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോ പോളിഷ്ഡ് വേർഷൻ എന്ന് മാത്രമേ നിന്നെ പറയാനുള്ളൂ. വല്ല കമ്മീൻ്റെ തീട്ടവും വാരി കാലും നക്കി കണ്ടന്റ് ഉണ്ടാക്കി അതിന് 10 വ്യൂ ഉണ്ടാക്കി പോകുന്ന എ ക്ലാസ് കമ്മി കോമരം. അതിനപ്പുറത്തേക്ക് എനിക്ക് എന്ത് ക്രെഡിബിലിറ്റി ആയിട്ടുള്ളത്? എന്നിട്ട് നീ വന്നിട്ട് ഇപ്പോൾ ഇന്നെ എന്തൊക്കെയായിരുന്നു? എനിക്ക് ഇവിടെ വീഡിയോ പ്ലേ ചെയ്യാൻ ഒരു താല്പര്യമില്ല, ഉള്ള കാര്യം പറയാലോ. അങ്ങനെ ഇവിടെ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഞാനായിട്ട് 10 ആൾക്ക് കാണിക്കണ്ട. കാരണം ഇവളുടെ മാനിപ്പുലേഷൻ ലെവൽ അങ്ങനെ. ഇവള് പറയുന്നത് ഇവളെ വീഡിയോനടുത്ത് കാണുന്നവരൊക്കെ ഇവളെ ചാനൽ വേണമെങ്കിൽ കയറി കണ്ടോട്ടാ. ഇവള് പറയുന്നത് ജാസ്മിൻ ജാഫർ, രേണു, അങ്ങനെ പലരുമായിട്ട് ഞാൻ കണ്ടന്റ് ചെയ്തതിന് ശേഷം അവരുടെയൊക്കെ ജീവിതം ഞാൻ തുലച്ചു എന്നൊക്കെയാണ്. അതായത് ഇവരൊക്കെ ആയിട്ട് പിന്നെ ഞാൻ കമ്പനി ആയത് ഇവള് കണ്ടതാണ്. ഇപ്പം ജാസ്മിൻ്റെ വിഷയമൊക്കെ പറയാം. ഈ അടുത്ത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു കോൾ അപ്പുറത്തേക്ക് ജാസ്മിനെ വിളിച്ചാലും പറടാളിയാ, പറ മോനെ, ഇതാണ് ജാസ്മിനും ഞാനും തമ്മിൽ ഇപ്പോഴും ഉള്ള ബന്ധം. മനസ്സിലായ? ഞാൻ വീഡിയോ ചെയ്ത ഓരോ വ്യക്തികളുമായിട്ട് എനിക്ക് നല്ല റിലേഷനാണ് ഇന്നും. പിന്നെ നീ ഇതിനിടയിൽ വേറൊരു സാധനം അടിച്ചു. മല്ലു ട്രാവലറിന് ഇത്തിരിയെങ്കിലും മല്ലു ട്രാവലറിന് കുറച്ചെങ്കിലും ഒരാളോടൊരു നന്ദി ഉണ്ടാവുമല്ലോ. അതുണ്ടെങ്കിൽ മല്ലു ട്രാവലർ പറഞ്ഞിട്ടുണ്ടെടി പല സ്ഥലങ്ങളിലും. എന്തിന് കഴിഞ്ഞ ദിവസങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട്. സായിയോട് എനിക്ക് പേഴ്സണലി ഒന്നുമില്ല. കാരണം എന്നെ അടക്കം പല വിഷയങ്ങളിലും ആ വ്യക്തി എന്നെ കേട്ട് എന്നെ അറിഞ്ഞിടത്തോളം വരെ ആരും ചെയ്തിട്ടില്ല എന്നുള്ളത്. നിന്റെ വലിയ ചങ്കൊക്കെ ആയിരിക്കും മല്ലു. ഇനിയിപ്പോൾ അറിയാൻ പറ്റില്ല കേട്ടോ, നമ്മളോടൊന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയി വേറെ പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. ഈ മനുഷ്യന്മാരൊന്നും എനിക്ക് വിശ്വാസമില്ല, അത് വേറെ കാര്യം. കാരണം പേഴ്സണലി നമ്മളത്ര വിശ്വസിക്കാൻ എൻ്റെ ചങ്കോ കാര്യങ്ങളൊന്നും അല്ല. മനസ്സിലായോ? പക്ഷെ പ്രത്യക്ഷത്തിൽ 10 ആളെ മുന്നിന്നും അല്ലെങ്കിൽ നമ്മളോടൊക്കെ ഇവർ പറയുന്നത് അങ്ങനെയാണ്. ഇനി അത് കേട്ടിട്ടാണോ നീ ഇറങ്ങി തിരിച്ചതെന്നുള്ളതും എനിക്കറിയില്ല. അതും ഈ മല്ലു പറയുകയാണെങ്കിൽ മല്ലു പറഞ്ഞോട്ടെ. അങ്ങനെ പല വിഷയങ്ങളും മല്ലുവിൻ്റെ വിഷയം പറയുന്നു, സജിന ഫിറോസിൻ്റെ വിഷയം പറയുന്നു, ജാസ്മിൻ്റെ വിഷയം പറയുന്നു, രേണുവിൻ്റെ വിഷയം പറയുന്നു. എടി ഇതൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയ്ക്ക് അത് കണ്ടന്റ് ചെയ്യുന്ന ഈ ഇതേപോലെ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ കണ്ടന്റ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. അത് ഞാൻ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. നിന്നെപ്പോലെ കമ്മി ക്യാപ്സ്യൂൾ വിഴുങ്ങി കമ്മികൾക്ക് വിളിച്ച് രാവിലെ നീച്ചു കഴിഞ്ഞാൽ മനുഷ്യനാവണം എന്ന് പറഞ്ഞ് നടക്കുന്നതല്ല, അവരെ വിളിപ്പിക്കാൻ നടക്കുന്നതല്ല. മനസ്സിലായോ? പിന്നെ നിന്റെ പ്രോഗ്രഷൻ അത് നിന്റെ സംസാരത്തിലും നിന്റെ വാക്കിലും ഉണ്ടടി. മനസ്സിലായോ? ആ ഒരു ദേവദാസി ഐറ്റം നിനക്കുണ്ട്. അതുകൊണ്ട് നീ അത് അവിടെ കയ്യിൽ വെച്ചാൽ മതി.
അത് ഇനി അധികം എടുത്ത് ഇളക്കണ്ട, മനസ്സിലായോ? ഞാനൊരു ലൈൻ ഓഫ് റെസ്പെക്ട് കീപ്പ് ചെയ്തിട്ടാണ് പലപ്പോഴും പലരോടും സംസാരിക്കുക. നിന്നോടൊന്നും ഒരു പുല്ലും ചുക്കും ചുണ്ണാമ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഇന്ന് മുതൽ ഞാൻ കണ്ട് വിടുകയാണ്. ഇനി നിനക്കൊക്കെ ഉള്ള റിപ്ലൈ ഇങ്ങനെയായിരിക്കും, മനസ്സിലായോ? കാരണം ഞാൻ നോക്കുമ്പോൾ നീയൊക്കെ വലിയ സംഭവം, ഞാനെന്തോ വലിയ വെടലിയായിട്ടാണ് നീ പോർട്രേറ്റ് ചെയ്യുന്നത്. നീയൊക്കെ ഏത് എ ക്ലാസ് കുത്തിത്തിരിപ്പാന്നുള്ളത് മലയാളികളായിട്ടുള്ള ജനങ്ങൾ നിന്റെയൊക്കെ വീഡിയോ വർഷങ്ങളായിട്ട് കാണുന്നവർക്ക് അറിയടി, മനസ്സിലായില്ലേ? ഇനി അതിന് നീ എന്നെ ആഭാസനം കുത്തിത്തിരിപ്പനാക്കണ്ട. ഈ ഒരൊറ്റ ഒരുത്തി എത്ര കുത്തിത്തിരിപ്പാന്നുള്ളത് മലയാളികൾ അറിഞ്ഞതാ പല വിഷയങ്ങളിലും. ഓക്കെ, അതുകൊണ്ട് സ്വയം അങ്ങോട്ട് കുളിച്ച് നന്നാവാൻ സീക്രട്ട് ഏജന്റിനെ ഡിറ്റർജന്റ് ആക്കാൻ നിൽക്കേണ്ട സുനിത ദേവദാസി, നീ അതിലും മാറിയോളാ. നിന്റെ നാറ്റം മാറ്റാൻ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ഡിറ്റർജന്റ് നിനക്ക് പറ്റില്ല. നിനക്ക് അതിലും കൂടി വല്ല ഡിറ്റർജന്റ് ഉണ്ടെങ്കിൽ നീ കൊണ്ടുപോവാ, എന്നിട്ടൊന്ന് കുളിച്ചു നോക്കുക, അപ്പം നിന്റെ നാറ്റം മാറും. മനസ്സിലായില്ലേ? ഇനി നിനക്ക് ഈ പറഞ്ഞ ഞാൻ കണ്ടന്റ് ചെയ്ത് വിഷമിച്ച് നടക്കും. ഞാനൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാററിയോ? എന്തിനാണ് ആളുകളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ആളുകൾ എന്നെ വിളിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നെ വിളിക്കാൻ പറ്റുന്നത് കൊണ്ട്, ഞാൻ റീച്ചബിൾ ആയതുകൊണ്ട്, ഞാൻ ഫോൺ എടുക്കുന്നത് കൊണ്ട്, ഞാൻ സംസാരിക്കുന്നത് കൊണ്ട്, എന്നിട്ട് പോലും പല പേഴ്സണൽ കാര്യങ്ങളും പല പേഴ്സണൽ വിഷയങ്ങളും ഞാനായിട്ട് പുറത്ത് പറയരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒതുക്കി തീർത്തിട്ടേ ഉള്ളൂ ഞാൻ. അത് എനിക്കുറപ്പാണ്, മനസ്സിലായില്ലേ? എന്നെ വിളിക്കുന്നത് എൻ്റെ കംഫർട്ട് സോൺ അത്ര വലുതായതുകൊണ്ടാണ് മോളെ. നിന്നെ വിളിക്കാത്ത എന്താ പറയുക, നീ ഫോൺ എടുക്കില്ല, പേടിത്തൂറിയാ. കഴിഞ്ഞ വട്ടം ഞാൻ ഒരു വിഷയത്തിന് നിന്നെ ഫോൺ വിളിച്ചു, എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് നീ എന്താ ഇങ്ങനെ പറഞ്ഞ ആഭാസ യൂട്യൂബർ എന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഐ എം നോട്ട് റെഡി, നോ ഐ എം ഗോയിങ് ഔട്ട് എന്ന് എന്തോ ഒരു വേടല മെസ്സേജ് വിട്ടിട്ട് ഓടി. അതാ പറഞ്ഞ, പേടിച്ചൊളിച്ചോടുക എന്നുള്ളത് നിന്റെ പണി, കാര്യങ്ങളെ നിവർന്ന് നിന്ന് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് എൻ്റെ പണി. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യ്, മോള് എന്നെ ഡിറ്റർജന്റ് ആക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദേവദാസി വേറെ നല്ല ഡിറ്റർജന്റ് കിട്ടുമോ നോക്ക്. പിന്നെ ആഭാസ യൂട്യൂബർ ആണോ ആഭാസം ഇല്ലാത്ത യൂട്യൂബർ ആണോ എന്നുള്ളതൊക്കെ നാട്ടുകാർ തീരുമാനിച്ചോളും മോളെ. കുറച്ച് കമ്മികൾക്കും നിന്നെപ്പോലെയുള്ള കുറച്ച് എന്താ പറയുക വിയേർഡ് മൈൻഡ് സെറ്റ്, അതായത് ഞാൻ എന്തോ സംഭവം എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾക്കൊക്കെ ഞാൻ കണ്ണിൽ കരടാ, മനസ്സിലായോ? അപ്പം നിന്നെ എക്സ്പോസ് ചെയ്ത് വിടുമ്പോൾ അതിൻ്റെ സങ്കടം തീർക്കണമല്ലോ എവിടെയെങ്കിലും, അല്ലെങ്കിൽ വല്ലവൻ്റെ കൊട്ടേഷൻ എടുക്കണം, കമ്മികളുടെ കൊട്ടേഷൻ എടുക്കണം, അല്ലെങ്കിൽ എനിക്കിട്ട് പണിയാൻ നടക്കുന്നവരുടെ കൊട്ടേഷൻ എടുക്കണം. ഇതിപ്പോൾ നീ വന്ന് വീഡിയോ ചെയ്തു, അതിൽ ജാസ്മിനോ മല്ലുവോ ഈ പറഞ്ഞ രേണുവോ ഏതെങ്കിലും ഒരാൾ, ഞാൻ വീഡിയോ ചെയ്ത് നീ മെൻഷൻ ചെയ്ത ഏതെങ്കിലും ഒരു വ്യക്തി വന്നിട്ട് സായി എന്നെ ചതിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, മനസ്സിലായില്ലേ? അതറ്റ അതിനകത്ത് ഇല്ലേനു. പിന്നെ ഇവള് ചെയ്യുന്ന കണ്ടന്റ് എന്താ? ഇവള് പൊളിറ്റിക്സ് മാത്രമാണോ സംസാരിക്കാറ്? നാട്ടിൽ പോകുന്ന ഞാൻ എടുക്കുന്ന പോലത്തെ റോട്ടിൽ കിടക്കുന്ന ഏത് തീട്ടം എടുത്ത് കോരിക്കൊണ്ടെന്ന് കമ്പ്യൂട്ടറിന് മുന്നിൽ വെച്ച് കറങ്ങുന്ന കസാലയിൽ കിടന്ന് കറങ്ങും ദേവദാസി. അല്ലാതെ മറ്റേ ഡാൻസ് കളിച്ചിട്ടോ ടാലന്റ് തെളിയിച്ചിട്ടോ വീഡിയോ ഇടുന്നവളല്ലല്ലോ. ആണോ? അല്ല. നീ എന്നെ പോലെ തന്നെ മോളെ, വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഓവർ ഡെക്കറേഷൻ ഒന്നും വേണ്ട കേട്ടോ. ഇനി അടുത്തത് അഷ്കർ പ്ലക്കിക്ക് ഒരുമാതിരി കുറേ ദേഷ്യങ്ങളാണ് എന്നോട്. പ്ലക്കിയുടെ ദേഷ്യങ്ങൾ കിടക്കുന്നത്, ഫസ്റ്റ് ദേഷ്യം ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത് ഇവൻ ഈ ഹനാൻഷ ഈഗിൾ വിഷയത്തിൽ നല്ല രീതിയിൽ ഏറെപ്പോയി. ഓക്കെ, ഞാൻ ആ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്തു. അതിനു മുമ്പ് കാദർ കരിപ്പോടി വിഷയം, കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റി വിഷയം, അങ്ങനെ കുറേ അധികം വിഷയങ്ങളിൽ പ്ലക്കി ഏറിപ്പോയ സമയത്ത് ഞാൻ വളരെ മാന്യമായി, വളരെ എനിക്ക് എൻ്റെ അറ്റ്മോസ്റ്റ് മാന്യതയിൽ വീഡിയോ ചെയ്തൊരു വ്യക്തിയാണ്. ഓക്കെ, ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്തിട്ട് ഇവൻ വന്നിട്ട് ഇപ്പം എന്നോട് പറയുകയാണ്, അതായത് ഇവൻ്റെ റിവെഞ്ച് മോഡ് ആലോചിക്കണം. ഇവൻ കിക്കിനെ പറയുന്നു, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയെ വിളിച്ചിടുന്നു അതിലേക്ക്. ആൻഡ് ഇവൻ പറയുന്നു ഞാൻ ഈ ബാക്കിയുള്ളവരുടെ ജീവിതത്തിലേക്ക് എടാ ഉളുപ്പില്ലാത്ത നാറി, നീ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ സാധനവും എടുത്ത് തലയിൽ വെക്കുന്ന ഒരു തരം. നീ ഏതൊക്കെ കേസുകളിലാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്? ഏതെങ്കിലും ഒരാൾ നാട്ടിൽ പോണ വഴിക്ക് അയാൾക്ക് ഒരു ഡാൻസ് കളിക്കാൻ തോന്നിയിട്ട് ഒരു ഫോൺ എവിടെയെങ്കിലും വെച്ച് ഒരു റീല് കളിച്ച് അതിൽ പാട്ടും കൂട്ടിയിട്ട് അവനെ കണ്ണാപ്പി എന്ന് വിളിച്ച് റീല് ചെയ്ത്, അല്ല മറ്റേ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് ഊക്കി വിടുന്ന ഒരുത്തനാ നീ ഒരാളെ റെസ്പെക്ട് ചെയ്യും അല്ലേ? നീ എത്ര ഫാമിലി ഇഷ്യൂസ് എടുത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടാ എരപ്പേ? അല്ല, ഇവനൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇവനൊക്കെ ഏതോ നന്മമരമാണേ. അഷ്കർ പ്ലക്കിന്റെ ചാനലിൽ കൊടുത്തിട്ടുള്ള ഫുള്ള് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആണല്ലോ. നാസ എത്ര റോക്കറ്റ് ചന്ദ്രനിലേക്ക് വിട്ടു, ഭൂമി എന്ന് അവസാനിക്കും, ഏലിയൻ ലൈഫ് ഉണ്ടോ, ഇങ്ങനത്തെ വീഡിയോസ് ആണല്ലോ പ്ലക്കി ഇരുന്ന് ചെയ്യാറ്. ഈ കാണിക്കുന്നതേ ചെറ്റത്തരം, അതേ ചെറ്റത്തരം തന്നെയാണോ ഞാനും കാണിക്കുന്നത്. ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്ത് വെച്ച് വീഡിയോ ആക്കുന്നത്. എനിക്കില്ലാത്ത എന്ത് ഡെക്കറേഷനാണ് അണക്കുള്ളത്?
അപ്പൊ എൻ്റെ ആവശ്യം എന്താ? അന്നെ ഞാൻ പറഞ്ഞതിന് ടൈം കിട്ടുമ്പോൾ തരം കിട്ടുമ്പോൾ അടിച്ചോ, പക്ഷെ മാനിപ്പുലേറ്റ് ചെയ്യരുത്. പ്ലക്കി ആണെങ്കിലും ദേവദാസി ആണെങ്കിലും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ വിഷയമാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. നാളെ അഖിൽ NRD എന്ന് പറഞ്ഞ വ്യക്തി വന്നിട്ട് പറയുകയാണ്, എനിക്ക് സായി ചെയ്ത വീഡിയോയിൽ സങ്കടം വന്നു, സായി എന്നെ ചതിച്ചു എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് NRDയോട് ഓപ്പൺ ആയി മാപ്പും പറഞ്ഞ് ഞാൻ പോയിക്കൊണ്ട് ഒരു വിഷയമല്ല. അങ്ങനെ ഒരു തെറ്റ് പറ്റി എന്നുള്ളത് 100% ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ പോകും. പിന്നെ എത്രയോ വിഷയങ്ങളിൽ ഇപ്പൊ ചിലർ പറയുന്നുണ്ട് ഖാദറിന്റെ വീഡിയോ ചെയ്തില്ല, അത് കണ്ടില്ല. എന്തിനാ റേറ്റീവാടാ? ഖാദറിന്റെ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. ഹെലന്റെ വീഡിയോ ചെയ്തില്ല, കണ്ടില്ല. ഹെലന്റെ വീഡിയോ അവിടെ കിടക്കുന്നുണ്ട്. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹെലന്റെ വീഡിയോ, ഖാദറിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റൂ? ഞാൻ ആ വിഷയങ്ങൾ വന്നപ്പോൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട് മക്കളെ. കമന്റ് ബോക്സിൽ ഏതെങ്കിലും മറ്റേ ഗ്രൂപ്പിൽ കിട്ടുന്ന മറ്റേ പെയ്ഡ് കമന്റ് സാധനങ്ങൾ കണ്ടിട്ട് അതിനടിയിൽ പോയിട്ട് എവിടെടാ അത്. ഇന്നലെ കണ്ടു ഞാൻ അഭിഷേക് ശ്രീകുമാറിന്റെ സിനിമയുടെ റിവ്യൂ കണ്ടില്ല. എൻ്റെ പൊന്നു മക്കളെ, എനിക്ക് കാണാൻ താല്പര്യമുള്ള സിനിമയല്ലേ ഞാൻ കാണും. ഞാൻ എത്ര സിനിമയുടെ റിവ്യൂ ഇടാറ് നിങ്ങളൊന്ന് ചിന്തിക്കും. ഇത് സിനിമ റിവ്യൂ ഞാൻ ചെയ്യും, ഏതെങ്കിലുമൊക്കെ സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഫീൽ ഗുഡ്, എനിക്ക് പേഴ്സണലി ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ കിട്ടുന്ന സിനിമകൾ ഇത് ഞാൻ ചെയ്യും. ഇവന്റെ സിനിമേന്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴേ ഞാൻ ഇവനോട് പറഞ്ഞതാ, എൻ്റെ പൊന്നളിയ ഈ ട്രെയിലർ കണ്ടപ്പോഴേ ഇത് അപരാധമാണ്, എനിക്ക് ചെയ്യാനോ കാണാനോ താല്പര്യമില്ല. കയറിയാൽ തന്നെ ഞാൻ അപരാധം വിളിച്ചു പറയും. ഓക്കെ, അങ്ങനെ പറഞ്ഞ് അതും സ്വന്തം ഫ്രണ്ടിനോടാ പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഈ ആളോ താല്പര്യമില്ല, ഞാൻ കണ്ടില്ല. അപ്പൊ നിങ്ങൾ ഒരു മറ്റേ മൈൻഡ് സെറ്റാണ് ഇവിടെ പലർക്കും. ഞാൻ വീഡിയോ ചെയ്തില്ലെങ്കിൽ നിന്റെ സുഹൃത്തായതുകൊണ്ട് നീ വീഡിയോ ചെയ്യാതിരുന്നതാണല്ലേ, നീ ഒളിച്ചോടിയതാണല്ലേ, നീ രക്ഷപ്പെട്ടതാണല്ലേ. ഏത് സുഹൃത്തായതുകൊണ്ട് വീഡിയോ ചെയ്തില്ലേ എന്ന് ചോദിക്കും. ഒരു കണ്ടന്റ് ചെയ്യാതെ ഞാൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കി കഴിഞ്ഞാൽ. ഇനി ഞാനൊരു വീഡിയോ ചെയ്തു എന്ന് വിചാരിച്ചോ, സുഹൃത്താണെന്ന് പറഞ്ഞിട്ട്, നീ വെളുപ്പിക്കാൻ വന്നതാണല്ലേ, നീ വെളുപ്പിക്കുമല്ലേ, നീ നിന്റെ സുഹൃത്തായതുകൊണ്ട് വെളുപ്പിക്കുകയാണോടാ? ഇങ്ങനത്തെ ചോദ്യം വേറെ. മനസ്സിലായോ? ഇത് ചെയ്യും വേണം, ചെയ്യാതിരിക്കും. ഇത് രണ്ടും പറയൂടാ നിങ്ങൾ, രണ്ടും പറയൂ. അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക, ചെയ്താലും കുറ്റം ചെയ്തില്ലെങ്കിലും കുറ്റം. ഞാൻ പറയുന്നത് എന്ത്, കണ്ടന്റിൽ ഞാൻ സംസാരിക്കുന്നത് എന്ത് എന്നുള്ളത് നോക്കിയിട്ട് വേണം ഇതിനൊക്കെ കാര്യങ്ങൾ മുന്നോട്ടെടുക്കാൻ. മനസ്സിലായോ? ഇവിടെ ഇപ്പൊ നടക്കുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളും അല്ലെങ്കിൽ ചില യൂട്യൂബ് വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, എടേ ഞാൻ എന്തോ പറഞ്ഞതുകൊണ്ട് അഖിൽ NRDയുടെ ഭാര്യ വീട്ടിൽ നിന്ന് വിളിച്ചോടിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഞാനൊക്കെ സംസാരിക്കുന്നതിന് മുമ്പേ CCTV അടക്കം പുറത്തു വന്നിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ പറയണില്ല. ഇതെന്താ വിഷയം എന്നറിയോ? എനിക്ക് വേറൊരു കൂട്ടം ചില ആളുകളുടെ കോമഡി, ചില ഫാമിലി വ്ളോഗേഴ്സ്, അവർ ഇപ്പൊ ഭയങ്കര മറ്റേ ഞങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുന്ന ചേട്ടന്മാരും ചേച്ചിമാരും ആണേ. അയ്യോ എൻ്റെ പൊന്നെ, അവരിപ്പോ ഭയങ്കര മറ്റേ പ്രോ എക്സ്ട്രാ എന്താ പറയാ, അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ലിവിങ് സ്റ്റൈലൊക്കെ കൊണ്ടു നടക്കുന്നവരാ ഇപ്പോൾ. ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയിരുന്ന കണ്ടന്റുകൾ എന്താന്നുള്ളതൊക്കെ ഒന്ന് അവർ ബാക്കിക്ക് ചിന്തിക്കുക. ഓക്കെ, നിങ്ങൾ ഇന്നിട്ട് വന്നിരുന്നിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുക, മെഴുകുക. പിന്നെ ഈ സ്വയം എന്താ പറയുക വെളുക്കാൻ വേണ്ടി എന്നെ ഡിറ്റർജൻ്റ് ആക്കുന്നവരോട് ഇങ്ങനൊരു കണ്ടന്റ് നിങ്ങൾക്ക് താല്പര്യമില്ല, ഇങ്ങനൊരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ റിയാക്ഷൻ ചെയ്ത ചാനലുകളുടെ വീഡിയോ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ എന്തിനടാ കൊണടിക്കുന്നത്? മിണ്ടാതെ പോണം, ആ വിഷയമേ സംസാരിക്കരുത്. അപ്പൊ അതിലൂടെ ഇൻഡയറക്ട്ലി നന്മമരം കളിച്ച് റീച്ച് ഉണ്ടാക്കാനുള്ള അടുത്ത സ്ട്രാറ്റജി അല്ലേ? അയ്യോ, ചില മറ്റേ സ്ക്രിപ്റ്റ് ഇട്ട് മറ്റേ അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ കുറച്ച് ഒരു 1-2 പേരുടെ വീഡിയോ ഞാൻ കണ്ടു. അവരുടെയൊക്കെ സ്ക്രിപ്റ്റ് പോയി കഴിഞ്ഞാൽ ഓക്കാനം വരുന്ന സാധനങ്ങൾ. ഇതേ സാധനം തന്നെ, ഒളിച്ചോട്ടവും പ്രേമവും മറ്റതും മറിച്ചതും ചെയ്യുന്നവന്മാരാ. എന്നിട്ട് വന്നിരുന്നു ഇപ്പോൾ അയാളുടെ മറ്റേ ലൈഫ്, ഈ ലൈഫ്. എടാ, എല്ലാവരും പറഞ്ഞാലും ഡയറക്റ്റ് പറഞ്ഞാലും ഇൻഡയറക്റ്റ് പറഞ്ഞാലും ഇതിൻ്റെ ഭാഗമായി വ്യൂ നക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. മനസ്സിലായോ? വ്യൂ നക്കാൻ വേണ്ടി നന്മമരായി വന്നവൻ നന്മമരമായിട്ട് വ്യൂ നക്കണം. മനസ്സിലായില്ലേ? എങ്ങനെ പോയവനാണെങ്കിലും എൻഡ് ഓഫ് ദ ഡേ വീഡിയോ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളത് ഒരു റിയാക്ഷൻ ചാനലിന് ബേസിക്കലി വരുന്ന, അല്ലെങ്കിൽ ഇതുപോലെ വിഷയങ്ങളിൽ സംസാരിക്കുന്ന ഒരു ചാനലിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
അത് മനസ്സിലാക്കാൻ റോക്കറ്റ് സയൻസ് ഒന്നും വേണ്ട. ഓക്കെ, ഞാൻ ഇത്ര കാലം കൊണ്ട് ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്, അതെന്താ അത് വീഡിയോ ചെയ്യാത്ത, ഇതെന്താ ഇത് വീഡിയോ ചെയ്യാത്ത, അത് മേടിച്ചു പോയോ ഇത് മേടിച്ചു പോയോ, വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ നീ അത് ചെയ്താൽ എന്താ ഇങ്ങനെ ചെയ്യാത്ത അങ്ങനെ ചെയ്യാത്ത, പലതും ഇവിടെ കേട്ടിട്ടുണ്ട്, പലതും അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ പ്ലക്കികളും ദേവദാസികളും ഒക്കെ പേഴ്സണൽ റിവെഞ്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ഓക്കെ, അപ്പം തീർക്കുക, ഇങ്ങനെ ഇതേപോലെ തീർത്തുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും കൂടി നാട്ടുകാർ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്, നാട്ടുകാർ കാണുന്നുണ്ട്, അത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ എന്നെ ഡിറ്റർജൻ്റ് ആക്കി വെളുക്കുമ്പോൾ നിൻ്റെയൊക്കെ പാസ്റ്റ് എന്താണെന്നുള്ളത് നിനക്ക് ബോധം വേണം. ഓക്കെ, പ്രത്യേകിച്ച് ഈ പ്ലക്കിനോടൊക്കെയാണ്. പൊന്നു മോനെ, എൻ്റെ ഒക്കെ കണ്ടൻ്റൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോണ്ടല്ലോ, എൻ്റെ ആ പുച്ഛവും പരിഹാസമൊക്കെ എത്ര പേരെ ഹേർട്ട് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ട് കാണാൻ വല്ല ഐഡിയ ഉണ്ടടാ. അപ്പോൾ സ്വയം ആദ്യം ഒന്ന് മാർക്കിട്ട് നോക്ക്. ദേവാസി മോളോടുവാ, സ്വയം ഒന്നും ഇങ്ങനെ മാർക്കിട്ട് നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവൻ്റെ കണ്ടന്റ് നന്നാക്കാമ. ഓക്കെ, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും, എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ പറയല്ലോ, ഞാൻ ആരും ഇവിടെ വലിച്ചു കയറ്റി കൊണ്ടുവരുന്നില്ല. അയ്യോ എൻ്റെ പൊന്നെ, പ്ലക്കീൻ്റെയും ദേവദാസിൻ്റെ ഒക്കെ തമ്മിൽ കാണണം, എന്തേ മക്കളെ, വെറുതെ ഇട്ട് കഴിഞ്ഞാൽ വ്യൂവർഷിപ്പ് വരില്ലേ. പിന്നെ അതും ഉണ്ട് അതിനിടയിൽ കുറച്ച് കാലമായിട്ട് കൺസിസ്റ്റൻസി ഇല്ല, വ്യൂവർഷിപ്പും കുറവാണ്. അപ്പം എന്തെങ്കിലും ഇപ്പം ഈ പ്ലക്കീൻ്റെ വീഡിയോൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നോക്കുമ്പോൾ ഇവൻ പറയുന്നതൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന കാര്യങ്ങളാണ്. ഇത് കമൻറ്റ് വെച്ച് ആ കമൻറ്റ് ഇട്ട് വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ രസമാണ്. ഇതല്ല, അത് ഫുള്ള് കാണാപ്പാടം പഠിച്ചിട്ട് അതിരുന്ന് പറയുന്നു. എടാ നിനക്ക് അതിൽ പോലും ഒരു സ്വന്തം അഭിപ്രായം ഇല്ലടാ നിനക്ക്. അല്ല, നീ എന്നേക്കാൾ വലിയ സെറ്റപ്പാണല്ലോ. എനിക്ക് ഈ കാറും ഈ ആകെ ഈ കൈയും പിന്നെ ഒരു മൈക്കും വർത്താനം പറയാൻ ഈ സാധനം, നമ്മളാ സെറ്റപ്പ് ഇത്ര ഉള്ളൂടെ. കറങ്ങുന്ന കസാലയും വളഞ്ഞ കണ്ണാടിയുള്ള കമ്പ്യൂട്ടറും അതൊക്കെയാണല്ലോ. അതായത് റോസ്റ്റിങ്ങിലെ തമ്പുരാനൊക്കെയാണല്ലോ. സ്വന്തമായിട്ടൊന്നുമില്ല എനിക്ക്. വർത്താനം പറയുമ്പോഴെങ്കിലും കണ്ടന്റോ എനിക്കും അനക്കും സ്വന്തമായിട്ടില്ല. മനസ്സിലായോ? നമ്മളൊക്കെ നാട്ടുകാരെ കണ്ടന്റ് മൂഞ്ചിയാണ് ജീവിക്കുന്നത്. അപ്പൊ പിന്നെ വർത്താനം പറയുമ്പോൾ, സ്വന്തം വാക്ക് പറയുമ്പോഴെങ്കിലും കമന്റ് ബോക്സ് ഒന്നും ഇല്ലാതെ സ്വന്തം തലയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോടാ. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യും. പിന്നെ ആരെ സുഖിപ്പിക്കാനാണെങ്കിലും, കമ്മികളെ സുഖിപ്പിക്കാനാണെങ്കിലും, അതോ ഇനി സ്വന്തം ഫ്രണ്ട്സിനെ സുഖിപ്പിക്കാനാണെങ്കിലും, ഇനി സ്വയം സുഖത്തിന് വേണ്ടിയിട്ടാണെങ്കിലും, ദേവദാസിനോടൊക്കെ പറയാനുള്ളത്, മോളെ വെച്ച് വിട്ടോ. ഓക്കെ, ഞാൻ എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള കണ്ടന്റുകൾ ഞാൻ ചെയ്യും, ചെയ്യേണ്ടാത്ത കണ്ടന്റ് ചെയ്യുന്നില്ല. ഫൈൻ, ഞാൻ ആരും ഇവിടെ ഇൻവിറ്റേഷൻ കൊടുത്ത് ക്ഷണിച്ചിട്ടുമില്ല. എന്നെ കാണുന്നവർ എന്നെ കണ്ടോട്ടെ, എന്നെ കേൾക്കുന്നവർ എന്നെ കേട്ടോട്ടെ. നീയായിട്ട് പറഞ്ഞിട്ട് ഞാനൊരു ആഭാസനാക്കണ്ട നീ എന്നെ. മനസ്സിലായോ? എനിക്ക് വിലയിടാൻ നീ ആയിട്ടില്ല മോളെ, ആവണ കാലവും വരില്ല. മനസ്സിലായോ? അതുകൊണ്ട് മൂടിയിട്ട് പോ.